എൻ്റെ സൗകര്യം എന്നതിലുപരി മറ്റുള്ളവരുടെ സുരക്ഷ എന്ന ചിന്താഗതി ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ബൈക്കിൽ പോകുമ്പോൾ ഒരു ബസ്സിൽ നിന്ന് അങ്ങ് വെളിയിലോട്ട് തുപ്പാണ്. ആൾക്കാരെ പുറത്ത് വീഴുമെന്ന് ഒന്നും നോക്കാതെ അങ്ങ് തുപ്പാണ്. ഒരു വട്ടം തുപ്പി, രണ്ടാമത് വീണ്ടും തുപ്പി. ഈ പൊതുനിരത്തുകളെന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. തുപ്പിയ അവൻ്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല. അപ്പോൾ ഇത്തരം മര്യാദകേടുകൾ നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ്. ഇതുപോലെ മറ്റൊരാളുടെ ദേഹത്ത് തുപ്പുന്നതൊക്കെ വളരെ മാന്യതയില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ തുപ്പുന്നവന്മാർക്കൊക്കെ വല്ല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന പോലും അറിയില്ല. അതും ബാക്കിയുള്ളവർ സഹിക്കണം. ഇങ്ങനെ പൊതുസ്ഥലത്ത് തുപ്പുന്നത് നിയമവിരുദ്ധമാണ്. ഏറ്റവും അത്യാവശ്യം ബോധവൽക്കരണം തന്നെയാണ്. പലപ്പോഴും ഈ യാത്രക്കാർക്ക് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ തുപ്പിയാൽ എന്താ പ്രശ്നം എന്നുള്ള ചിന്താഗതിയാണ്. അതുപോലുള്ള നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് KSRTC ഒക്കെ പോലുള്ള പൊതുഗതാഗതങ്ങളുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങളിൽ ഇതിനെപ്പറ്റിയൊക്കെ ഒരു സ്റ്റിക്കറുകളോ ബോർഡുകളൊക്കെ ഉപയോഗിച്ച് അവരെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോമൺ സെൻസ് എല്ലാവരിലും എത്തിക്കുക. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 2 വീലേഴ്സ് യൂസ് ചെയ്യുന്നവർ ഹെൽമെറ്റ് വൈസർ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. അതുപോലെ ജാക്കറ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലൊന്നും ആവാതെ ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി സംയമനം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ പൊതുനിരത്തുകൾ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. അപ്പോൾ ആ ബസ്സിൽ ഇരുന്ന് തുപ്പിയ ആളുടെ അതേപോലുള്ള പ്രവൃത്തികൾ, ഒരാൾ തുപ്പി, ഓക്കെ, അതൊരു 100 പേരോ ഓണം തുപ്പി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ? നമ്മൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസ് തുപ്പി ഇല്ലാതാക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം ഒരുപാട് പേര് അത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ മോശം വശം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ ഇരിക്കുന്നിടത്തുനിന്ന് തുപ്പുക. അപ്പോൾ ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇതൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി അവരുണ്ടാവാതിരിക്കാനായിട്ട് ഇതുപോലുള്ള പോങ്ങന്മാര് ഇതുപോലെയൊന്നും തുപ്പാതിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന വഴിയും ഒക്കെ തന്നെയാണ് നശിപ്പിക്കുന്നത്. മെയിനായിട്ട് എൻ്റെ സൗകര്യം എന്നാലുപരി മറ്റൊരാളുടെ സുരക്ഷയും നോക്കൂല, മറ്റൊരാളെ പറ്റി ചിന്തിക്കൂല. അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രധാന കാരണം.